എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു മൂവ്മെൻറ്റും കൂടെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു 100 പോയിൻറ്റും കൂടെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ രാവിലത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ 2 സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചാൽ. ആദ്യം ഇവിടുത്തെ ഒരു സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട്, അത് പാർട്ട് 2-ൽ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണത്. നമ്മൾ 5 മിനിറ്റിൻ്റെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി. ആ വീഡിയോയിൽ പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം ഈ സമയത്തൊന്ന് എടുത്ത് കണ്ടാൽ മതി. ഫൈനൽ പിന്നൊരു സ്റ്റോപ്പ് ലോസ് പറഞ്ഞത് 150 ഈ ഭാഗത്താണ്. ഒരു 162 ഭാഗത്തെന്തോ ഒരു സ്റ്റോപ്പ് ലോസ് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. കറക്റ്റ് ആ 162 ഭാഗത്തു നിന്നാണ്. കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ ഈ ബോഡിയാണ്. ശരിക്കും അത് വിക്കായിരുന്നു പറയേണ്ടത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ ബോഡിയുടെ ക്ലോസിങ്ങിലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആ വീഡിയോയിൽ പറഞ്ഞത്. അവിടെ നിന്ന് ഒരൊറ്റ ബ്രേക്കൗട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്, 442 വരെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു മൂവ്മെൻറ്റ്, ഒരു 100 പോയിൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 145 താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഫാളാണ്. അതർവൈസ് ഇത് 2:40 3 മണിക്ക് ഇവിടെ നിന്നൊരു ക്വിക്ക് മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എത്തുമെന്ന് യാതൊരു വിധ ഉറപ്പുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 256 വരെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടും. 3 മണിയോട് കൊള്ളിച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് കിട്ടും. അപ്പോൾ 140, 151, 150 നിന്ന് 256 വരെ ഒരു 100 പോയിൻറ്റ് അതും കിട്ടുമെന്ന് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കിട്ടും ഒരു 100 പോയിൻറ്റ്. ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് കിട്ടിയവരെ സംബന്ധിച്ച് ഇവിടെ ഒരു 5 പോയിൻറ്റ് ലോസൊന്നും ഒരു ലോസേ അല്ല. കാരണം ഇവിടെ 350, 300 പോയിൻറ്റ് കിട്ടിയപ്പോൾ അതിലൊരു 15 പോയിൻറ്റ് ഇവിടെ വിട്ടുകൊടുത്തെന്ന് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല.
ഇവിടെ 178 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ആ 178 ബ്രേക്ക് ചെയ്ത് പോയാൽ ഇന്ന് തന്നെ ഫില്ല് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് 256 262 കാണാം. ഇനി സ്ട്രൈക്ക് കുറഞ്ഞതിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ ഉണ്ടാവില്ല, അത് തീരെ ലോവിലേക്ക് പോകും. ഇതും നല്ല രീതിയിൽ താഴത്തോട്ട് പോകേണ്ടതാണ്. പിന്നെ ഇത്തിരി മെച്ചമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, താഴത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഫില്ല് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ 256 വരെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെയാണോ അത് ഫില്ല് ചെയ്യണേ, മറ്റന്നാളാണോ ഫില്ല് ചെയ്യണേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്നത്തെ ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 256 3:30 ആകുമ്പോൾ വരും. 3 മണിക്കത്തെ മൂവ്മെൻറ്റ് നേരെ കയറി മുകളിലോട്ട് പോകും. ഇനിയിപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയാലും നമുക്ക് സീൽ ഏതിൽ പിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51,000 15 140. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ശരിക്കും 10 നിന്ന് 138 വരെ വന്നിരിക്കണേ ആ മൂവിൽ. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഡെൽറ്റ വാല്യൂ ഉള്ളത് എടുത്തത് കൊണ്ടാണ് ഈ ഒരു വൈറ്റ് ലൈനിൽ ഇടിച്ചത്. പക്ഷെ ഇത് അവിടം വരെ എത്തിയിട്ടില്ല. അപ്പോൾ അത് 160 ബ്രേക്ക് ചെയ്താൽ 180 മൂവ് കിട്ടും. അപ്പോൾ അതിൽ സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3 മണിയാകുമ്പോൾ എന്തായാലും മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 145 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവണം. ഈ എക്സ്പയറി ആയതുകൊണ്ട് ഈ ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് പിന്നെ മുകളിലോട്ട് പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 173 നിൽക്കുന്നത്. 173 ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു കൺഫേം മൂവ്മെൻറ്റ്. ആദ്യം 195, പിന്നെ 219, അവിടെ നിന്നും 3 മണിക്ക് ബ്രേക്ക് ചെയ്താൽ 256 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. നേരെ മറിച്ച് എഗെയിൻ ഈ 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 160 ബ്രേക്ക് ചെയ്താൽ 171, 171 ബ്രേക്ക് ചെയ്താൽ 185, 185 ബ്രേക്ക് ചെയ്താൽ 192 സിയുടെ മൂവ്മെൻറ്റ്. ഓൾറെഡി പീക്ക് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കറക്ഷൻ ഇന്ന് വന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ നാളെ ആയിട്ടാണെങ്കിലും വരും. പിന്നെ നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം മെജോറിറ്റി ആളുകളും നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. മെജോറിറ്റി ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് മാർക്കറ്റ് ഇത്രയും വരെ പോയല്ലോ, അപ്പോൾ ഇനി എന്തായാലും ഒരു കറക്ഷന് വേണ്ടി താഴത്തോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമുക്ക് മുതലെടുക്കാൻ പറ്റുവാണെങ്കിൽ 256 പോകത്തുള്ളൂ. അല്ലാതെ 145 താഴത്തോട്ട് ഫാളാവുകയാണെങ്കിൽ അവിടെ പോകുന്ന 10 പോയിൻ്റ് ഇപ്പുറത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. പക്ഷെ ആ മടക്ക് അത്ര വലിയ പ്രോബ്ലം ഉള്ള മടക്കൊന്നുമല്ല. ഒരു അലർട്ട് വരുന്നുണ്ട് 2 മിനിറ്റിൽ. ചെറിയ ടൈം ഫ്രെയിം ഇട്ട് അതുകൊണ്ടാണ്. പിന്നെ 5 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2:45 എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാം, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. കാരണം ഈ മടക്കൊരു അലർട്ടാണ്. അവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത് 145 പൊക്കത്തായാൽ മാത്രമാണ് തിരിച്ച് റിവേഴ്സായി പോകത്തുള്ളൂ. കാരണം ഇവിടെ അലർട്ട് വന്ന കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ആ സൂചിപ്പിക്കുന്നത്. നമ്മൾ 170 വരെയാണ് പറഞ്ഞത് 10 പോയിൻ്റ് തിരിച്ചു പിടിക്കാൻ.
173, 177. അതാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിന് അനുസരിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, അത് നേരെ ഓപ്പോസിറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് മുതലെടുക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. 190, 192 നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്ലാൻ ബി നമുക്കുണ്ടെങ്കിലുള്ള ഗുണം എന്താ, 160 നിന്ന് 32 പോയിൻ്റാണ് ഇവിടെ മൂവ് ചെയ്തിരിക്കണേ. ഇവിടെ സ്റ്റോപ്പ് ലോസ് 15 പൊക്കോട്ടെ, 150, 20 ആ ഭാഗം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നപ്പോൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്താലും 192. നമുക്കെപ്പോഴും ഇഷ്ടം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിന് ഓപ്പോസിറ്റ് നീങ്ങാനായിട്ടാണ്. ഇത് മെജോറിറ്റി ആളുകളും ഇത്രയും പോയിന്റ് വന്നത് കാരണം ഓപ്പോസിറ്റ് മാർക്കറ്റ് ഒരു തിരിച്ച് കറക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ടിരുന്നു. നമ്മളത് മുതലാക്കാൻ പറ്റുമെന്ന് നോക്കി. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ് 162 ബ്രേക്ക് ചെയ്തിട്ട് 198, 195. നമ്മൾ 192, 195 എന്നുള്ള ടാർഗറ്റ്. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? അത് ഇവിടെ നിന്ന് 250 മൂവ്മെൻറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 207 പോകുന്നത്. 199. അപ്പോൾ നമ്മളൊരു പി അല്ലെങ്കിൽ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് സി ഒരിക്കലും എടുത്തുകൂടായികയില്ല. നമ്മൾ ഓപ്പോസിറ്റ് ഒരു റിവേഴ്സ് വരുന്ന സ്ഥലത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇടക്ക് പോയി എൻട്രി എടുത്തിട്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം എന്നാലും ഈ പറഞ്ഞ പോലെ രാവിലത്തെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് അതിൻ്റെ ടെൻഷൻ ബാക്കി കൂടി ഇവിടെ തീർത്തിട്ടുണ്ട്. മറ്റേത് എവിടെ പോയിന്ന് ദൈവത്തിനറിയാം. നമ്മൾ യാഥാർത്ഥികമായിട്ട് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജിയുടെ ചാർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ബോധക്ഷയം വരും. അത് എവിടെ പോയി നിൽക്കണമെന്ന് ദൈവം തമ്പുരാനറിയാം. ഇത് 207 എത്തിക്കൊണ്ടിരിക്കുകയാണ്. 207 എത്തിക്കഴിഞ്ഞാൽ മറ്റേത് എവിടെ പോവാവോ? ഏകദേശം എത്രയായി? 206, 207 അടുത്ത റേഞ്ച് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ 160 നിന്ന് 47 പോയിന്റ്. ഇപ്പം നമ്മുടെ മറ്റേ സ്ട്രൈക്ക് ഏത് ലെവലിലായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. 800 അല്ലായിരുന്നു നമ്മൾ പറഞ്ഞേ, 502 നിൽക്കുന്നത്. 502, 520 വരെ. അപ്പോൾ ആ രാവിലത്തെ എടുത്തിട്ട് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്താലുള്ള അവസ്ഥ എന്താ? 200 നിന്നാണെങ്കിലും 300 പോയിന്റ്. അവിടെ കിടക്കട്ടെ വൈകിട്ട് വരെ എന്ന് വിചാരിക്കണം. എൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ മാസത്തിൽ 4 എണ്ണം. മറ്റേത് 520 ടച്ച് ചെയ്യുന്നു, 520 റിജക്ഷനാണ്. അപ്പോൾ മറ്റേത് നമ്മളെടുത്ത സ്ട്രൈക്ക് ഏതാണ്? 100, 209 നിൽക്കുന്നത്. 220 അടുത്ത റിജക്ഷൻ. 220 പക്ക റിജക്ഷനാണ് ഓൾമോസ്റ്റ്. ഇരുന്നൂറ്റി 225. നമ്മൾ 160 എൻട്രി എടുത്തത്. 160, 260, 40 പോയിന്റും കൂടെ പോയാൽ ഇവിടെയെങ്കിലും 100 പോയിന്റ് കിട്ടി എന്നുള്ള സമാധാനവും. പക്ഷെ ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ചെയ്താൽ ഇനി ഇത്തിരി പാടാണ് മുകളിലോട്ട് പോകാൻ. അത് 3 മണിക്കാണ്. ബ്രേക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 3 മണിക്കേ പോകത്തുള്ളൂ. നിലവിലുള്ള 220 ബ്രേക്കൗട്ട് ചെയ്ത് പോയാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അവിടെ ഒരു സ്ട്രഗിളിംഗ് ആണ്. കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇനി ഒരു മാസി മൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തീരെ കുറവാണ്. കാരണം ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഏതിലാ? 5 മിനിറ്റിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അത് ഇവിടെ ക്രോസ് ഓവർ കണ്ടപ്പോഴേ നമ്മൾ തീരുമാനിച്ചതാ സിയിലേക്ക് മാർക്കറ്റ് ബ്രേക്കൗട്ട് ആവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന്. പരാതിയും പരിഭവം തീർക്കാം. 300 പോയിന്റ് പോയെങ്കിൽ അന്ന് 50 പോയിന്റ് കിട്ടിയില്ല എന്നുള്ള ഒരാശ്വാസം. ഇപ്പോൾ 2:53 3 മണിക്ക്
225 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഈ പീക്ക് ലെവലിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലെവലിലൊന്നും ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ട്രെയിൽ ചെയ്യണത് 202, 24 പോയിന്റ് താഴത്തൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കുമെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അല്ലെങ്കിൽ 225 ഇറങ്ങിയിട്ട് നമുക്ക് ഇനി 3 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. $107 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ ഇനിയൊരു ചാൻസ് ഉള്ളൂ. 2.55 കൂടി 108 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130ലേക്കുള്ളൊരു മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ പിയിൽ നമ്മൾ തൊടുക വേണ്ട. $2.55 നമുക്കൊരു ട്രേഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അതിനുള്ള വകുപ്പും കണ്ടുവെച്ചുകൊണ്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. അങ്ങനെയുള്ള സ്ഥലത്തെ ട്രേഡ് എടുത്തിട്ട് നമുക്ക് കാര്യമുള്ളൂ. ഒരു കൺസോൾട്ടേഷൻ വരുന്ന ഏരിയ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഉള്ള ഏരിയ, അവിടെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി 108 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഏരിയാസാണ് ഉള്ളത്. ഒന്ന് ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ്, എവിടെ 108 മുതൽ 128 വരെ. അത് കഴിഞ്ഞാൽ അത് ട്രെയിൽ ചെയ്ത് വെച്ചാൽ അടുത്ത ഏരിയ 145 വരച്ചേക്കണം. അത് യെല്ലോ ലൈൻ 143, 45, 50 ആവാം. 43-നും 50-നും അടക്കമുള്ള സ്ഥലത്തായിരിക്കും അതിനുശേഷം മാർക്കറ്റ് ഹിറ്റ് ചെയ്യണത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു, പൊക്കോട്ടെ. ഇവിടെ നിന്നുള്ള മൂവ്മെന്റ് ട്രെയിൽ ചെയ്ത് നമ്മൾ 225 വരെ കൊണ്ടുപോയില്ലേ. 65 പോയിന്റ്, 65-ല് 15 പോയിന്റ് ആ സ്റ്റോപ്പ് ലോസിന്റെ വിട്ടുകൊടുത്താലും ബാക്കി 50 പോയിന്റ് ഉണ്ട്. $2.56. ഇനി 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്സാര ദൂരമൊന്നും അല്ല മാർക്കറ്റ് പോകാനുള്ളത്. 228. ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിലാണ് കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇനി ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി 228 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 240, 256 ആ ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം ഇനി മേളിലോട്ട് കിടക്കുന്ന ഏരിയ ചെറിയ ഏരിയ ഒന്നുമല്ല. 280, 295 വരെയൊക്കെയാണ് കിടക്കണേ. അത്രയും എത്താനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്ന് മാർക്കറ്റ് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 205 വന്നിട്ട് 15 പോയിന്റ് താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആവും. നമുക്ക് അപ്പോൾ ഇതും കൂടെ നോക്കാം. ഇൻഡെക്സിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഇവിടെ മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കണം. എന്നാ മൂവായിരുന്നു, 300 പോയിന്റാണ് മൂവ് ചെയ്തത്. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ ആണ്. നമുക്കൊരു സ്ട്രാറ്റജി ബേസ്ഡ് സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോസിബിൾ ആണ്. 2.58 ആയിട്ടുണ്ട്. കറക്ഷനാണ്. 225, 230, 228 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 234 മാർക്കറ്റിന്റെ മൂവ്മെന്റ്. 234 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 256 ലെവലിലേക്ക് പോകത്തുള്ളൂ. $2.58. 240 ഒരു റിജക്ഷൻ ഉണ്ട് കേട്ടോ. 240 ഒരു റിജക്ഷൻ ഉണ്ട്, ഒരു 6 പോയിന്റ്.
അപ്പം അങ്ങനെ മൂവ് കിട്ടിയാൽ ഉടനെ ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തെങ്കിലും ഇട്ട് വെച്ചേക്കുക. കാരണം 232 240 എന്ന് പറയുമ്പോൾ കണ്ണടച്ച് തുറക്കും മുമ്പ് ഹിറ്റ് ചെയ്തിട്ട് വരുന്ന സാധനമാണ്. 1 മിനിറ്റ് കൂടെ ഉണ്ട് 3 മണിക്ക്. 2:59 മൂവ് വരികയാണെങ്കിൽ 3 മണിക്കേ വരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. ആ 3 മണിക്ക് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ പിയിലായിരിക്കും മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, 3 മണി ആവുന്നു. 3 മണിയായി 29 സെക്കൻഡ്. കറക്റ്റ് 239.85 വരെ പോയിട്ടുള്ളൂ. നാപ്പത്തിമൂന്ന് 47 പോട്ടെ, അങ്ങോട്ട് 257 വരെ പോട്ടെ. 100 പോയിന്റ് കിട്ടിയില്ല എന്നുള്ള പരാതി തീർക്കാല്ല. 256 ഞാനൊരു ലൈൻ എപ്പോഴോ വരച്ചിട്ടിട്ടുണ്ട്. 257 260 263 ഇത് എങ്ങോട്ടേക്ക് പോണേ? ഒരു അന്തവും കുന്തവും ഇല്ലേ? 272 ട്രെയിൽ ചെയ്ത് പോലെ നടക്കത്തുള്ളൂ. ഏത് നിമിഷവും മേടി സ്ഥലത്തോട്ടൊക്കെ തിരിച്ചു വരാം. ഇപ്പോ ആ ഒരു സങ്കടം മാറി. 160 മുതൽ 260 വരെ 100 പോയിന്റ് 3 സ്റ്റെപ്പിനായിട്ടാണെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ എത്രയിൽ വെക്കണം? 46 146 46ലേക്ക് ഫാളായത്. കാരണം 3 മണിക്കത്തോടനുബന്ധിച്ചുള്ള മൂവ്മെന്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 262 ആണ്. അപ്പോൾ നമ്മൾ 3 ട്രൈപ്പ് ആണെങ്കിലും 155 160 നിന്നാണ് 262 വരെ. മറ്റേത് ഞാനിഞ്ഞ് നോക്കുന്നില്ല, അത് എവിടെ പോയി എന്നുള്ള കാര്യം നോക്കുന്നില്ല. 25 371 മാർക്കറ്റ് പോയി നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയ മൂവ്മെന്റ് ആണ് ഈ പോകുന്നതൊക്കെ. നമ്മൾ എപ്പോഴും പറയാറില്ല 21 പോയിന്റ് എടുത്ത് ലോക്ക് ചെയ്യുക റീ എൻട്രി എടുക്കുക. പോണ നോക്കിക്കേ 279. ഇനി പോയ 292. 285 റിജക്ഷൻ ഉണ്ട്. അപ്പൊ 285 മുട്ടുമ്പോ 262 വേണമെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. 292 ബ്രേക്ക് ചെയ്താൽ 315 മാർക്കറ്റ് പോകുള്ളൂ. ഇവിടെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന 262 ആ ഭാഗത്തെ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഏരിയാസ് ഇല്ല. 300 ഇനി 315 റിജക്ഷൻ പോയിന്റ്. 307 കാരണം ഇവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 10-40 പോയിന്റ് ഇറങ്ങി വരും. കാരണം ഹൈ ഡെൽറ്റ വാല്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുപോയി നമുക്ക് ഒരിക്കലും വെക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് വെക്കുകയാണെങ്കിൽ 262 മേളിലും 285 മേളിലും എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഇടയ്ക്കേ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. നൂറ്റി 260 298 130 പോയിന്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മളെ ഉച്ചക്ക് ഉള്ളത് എങ്ങനെ എടുത്ത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ 500-600 പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മാസത്തിൽ 4 എണ്ണം ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് വരുന്നത്. 300-400 പോയിന്റ് ഒക്കെ അതൊക്കെ പോസിബിൾ ആണ്.
ശരിക്കും ഇത് ഇവിടെ നിന്ന് നിൽക്കേണ്ട സാധനമല്ല. രണ്ടും തമ്മിൽ ടാലി ആവണമെങ്കിൽ 373 വരേണ്ട സാധനമാണിത്. ഇനി 3.4 315 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 345. അങ്ങോട്ട് പോകാനായിട്ട് വലിയ താമസമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും എല്ലാം മൂവ്മെന്റ് അല്ല. 315 മുതൽ 375 വരെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര വലിയ മൂവൊന്നുമല്ല. ഈ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് വലിയ മൂവല്ല. ഇപ്പോൾ ഒരു 280 ഭാഗത്തേക്കൊക്കെയാണ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റും. 280 85 ലെവലിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതിന്റെ അടുത്തോട്ടേ പോയിട്ട് കാര്യമില്ല. 3.5 ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ആകും. അവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ വരുന്ന ഏരിയ ആണ്. ഇനി 315 ബ്രേക്ക് ചെയ്ത് പോകണം. 315 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 345 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഞാനിപ്പോ ആലോചിക്കായിരുന്നു, ആ ഉച്ചക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കയറി ഇരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ലൈവ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു 300 പോയിന്റ് റൈഡ് ചെയ്യായിരുന്നു. 317 340 ഇവിടെ നിന്ന് അടുത്ത സ്ട്രഗിള് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 345. അത് ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടതിൽ ലൈവില് ഏറ്റവും വലിയ മൂവ്മെന്റ് ആയിരിക്കും ഇത്. 371, അതായത് 200 പോയിന്റ്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ലൈവില് എല്ലാവരും കൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ റൈഡ്. ഇനിയിപ്പോൾ 292 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന്റെ തൊട്ട് താഴെ 5-10 പോയിന്റ് ഒന്നും നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പൊ 315 സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷെ ഇത് ഒരു ചെറിയൊരു വിക്കും കൂടെ വരേണ്ടതായിട്ടുണ്ട്. 328 വരെ ഒരു 10 പോയിന്റ് കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് 10 പോയിന്റ് മതി, അല്ലെങ്കിൽ എനിക്കൊരു 15 പോയിന്റ് ട്രെയിൽ ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി. വെക്കാൻ പറ്റുന്ന 292 കൺസോൾട്ടേഷൻ സോണിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങിയിട്ട് നിലവിലുള്ള ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്ത ഒരു 10 പോയിന്റ് കൂടെ എടുക്കുക, പിന്നെ 345 കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 307 140 പോയിന്റ് ആണ് നമ്മൾ റൈഡ് ചെയ്തിരിക്കുന്നത്, നിർത്തിയേക്കുന്നത്. പതിനഞ്ച് പോയിന്റിന്റെ അല്ലെങ്കിൽ 18 പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. മുന്നൂറ്റി 15 ഇറങ്ങുക. ഇനി ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞതാണ്, കാരണം അവിടെ നിന്നൊരു ഡൗൺ വന്ന് 292 ഇട്ട് അത് ചിലപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് അത് താങ്ങാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നിന്നൊരു കറക്ഷൻ വന്നിട്ട് 318 ബ്രേക്ക് ചെയ്താൽ പിന്നെ 345 മാർക്കറ്റ് പോകുന്നത്. മറ്റേ സ്ട്രൈക്ക് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തലകറക്കം വരും. ഇരുപത്തിയഞ്ച് 498 25,500 നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ്. 25,500 25,416. അതിൻ്റെ ഇടക്ക് 25,450 കിടപ്പുണ്ട്. ഇന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു സെല്ല് ചെയ്തവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. $292 കറക്ഷൻ ഏരിയ. 292 അങ്ങോട്ട് വന്നാൽ മാത്രമാണ് എന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ളൂ. ഒന്നെങ്കിൽ 292 20 പോയിന്റ് 92 കിട്ടും, 300 319. ഒന്നെങ്കിൽ 22 പോയിന്റിൽ ഹിറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ 370 പോയി ഇറങ്ങുക. അപ്പം 160 260 360 200 പോയിന്റ് അത്രയെങ്കിലും കിട്ടിയെന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. ഇനിയിപ്പോൾ അടുത്ത മാസം ട്രേഡ് ചെയ്തില്ലെങ്കിലും
കുഴപ്പമില്ല. 250 പോയിന്റാണ് നമ്മൾ ഒരു മാസത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇപ്പം അടുത്ത മാസം വലിയ പ്രശ്നങ്ങളില്ല. അപ്പം എൻ്റെ ട്രേഡ് ഇന്നത്തോണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു മാസത്തേക്ക് ട്രേഡ് ഇല്ല. അപ്പം നമ്മുടെ രാവിലത്തെ ട്രേഡ് ആരും ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും പറയണമല്ലോ. വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെനാരിയോ ഉണ്ട്, 21 പോയിന്റ്. നമുക്ക് എപ്പോൾ റീ എൻട്രി എന്തായാലും 3:30 വരെ ഹോൾഡ് ചെയ്താലും നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു പോയിന്റ് എപ്പോഴെങ്കിലും മാസത്തിൽ 4 തവണ നോൺ സ്റ്റോപ്പ് ആയിട്ട് മാർക്കറ്റ് റൈഡ് ചെയ്ത് 3:30 വരെ വൺ സൈഡ് മൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറയണം. നമ്മൾ ഓൾറെഡി 420 പറഞ്ഞത്. ആ മൂവ്മെന്റ് ആണ് 600 പോയി നിൽക്കുന്നത്. അത് രാവിലത്തെ മോർണിംഗ്. ഈവനിങ് അതേ മറ്റേ 160 എന്നുള്ള പോലെ 25, 200, 160. അതിനിടക്ക് നമ്മൾ സി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സിയില് അല്ല പി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസും കഴിഞ്ഞാൽ ബാക്കി 160 നിന്ന് 310 വരെയുള്ള മൂവ്മെന്റ് അതും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മാസത്തില് ആണ്ടിലും സംക്രാന്തിയിലൊക്കെ കിട്ടണം. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. എപ്പോഴും ലോക്ക് ചെയ്ത് ശീലിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എനിക്ക് മാസത്തിൽ 4 ട്രേഡ് മതി. എനിക്ക് കൂടുതൽ ട്രേഡോ ഒന്നും വേണ്ട. എല്ലാ ദിവസവും എനിക്ക് 5ഉം 10ഉം പോയിന്റും കിട്ടുക. ഈ 4 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ, നിങ്ങൾക്ക് 50 പോയിന്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 4 ദിവസത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് 50 പോയിന്റ് ലോസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 15 ട്രേഡ് പൊക്കോട്ടെ, എന്നാലും വിഷയമില്ല. അല്ല 12 ട്രേഡ് നിങ്ങൾക്ക് പോയാലും എല്ലാ ദിവസവും 21 പോയിന്റിൽ നിങ്ങൾ ലോക്ക് ചെയ്ത് ശീലിക്കൂ. മാസത്തിൽ 4 ട്രേഡിൽ പീക്ക് മൂവ്മെന്റ് കിട്ടുമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഈ ഇലക്ഷന്റെ ടൈമിലെങ്ങാണ്ടാണ് ഇങ്ങനെ ഒരു 10-450 പോയിന്റ് മൂവ് കിട്ടിയേക്കണം. അല്ലാതെ ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. മൂവ്മെന്റ് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ന്യൂസിന്റെ പുറകെ പോവില്ല, ഫണ്ടമെന്റൽ അനലൈസിന്റെ പുറകെ പോവാറില്ല. നമ്മുടെ ചാർട്ടിലാണ് വിശ്വസിച്ച് ട്രേഡ് എടുക്കുന്നത്. അത് നമുക്ക് വർത്തായിട്ട് റിസൾട്ടും തരുന്നുണ്ട്. അപ്പം എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഹാപ്പി വീക്ക്. ഇനിയിപ്പോൾ റെസ്റ്റാണ് ഒരു മാസം. ഇനി ഫ്രീ ആയിട്ടിരിക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.